സമയത്ത് റൂമിൽ നിന്ന് പുറത്ത് പോലും ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ ഒതുക്കി അടവെക്ക്. നമ്മൾ ഇത്രത്തോളം എഫക്റ്റ് ചെയ്യും, ഞാൻ ഇത്രത്തോളം ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നുള്ള കാര്യം ഞാൻ ആ സമയത്ത് മനസ്സിലാക്കുന്നുണ്ടായിട്ടില്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇങ്ങനെ ഇൻട്രോ ഒക്കെ പറഞ്ഞൊരു വീഡിയോ എടുത്തിട്ട് ഇപ്പം കുറച്ചധികമായിട്ടുണ്ട്. കാരണം ഞാനിപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. വീഡിയോ എടുക്കാനൊന്നും തീരെ ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ മർച്ചൻ്റ് നേവിയുടെ വീഡിയോസാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈവ് വരുന്ന സമയത്തൊക്കെ മർച്ചൻ്റ് നേവിയുടെ കൂടുതൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ കമൻസിലാണെങ്കിലും മർച്ചൻ്റ് നേവിൻ്റെ ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറയുന്നുണ്ട്. ഇൻസ്റ്റയിൽ ഡൗട്ട് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് മർച്ചൻ്റ് നേവിയുടെ വീഡിയോസ് ആണ്. മർച്ചൻ്റ് നേവിയുടെ വീഡിയോസ് ഞാൻ ചെയ്യുന്നതിലും കുറച്ചുകൂടി നല്ലത് ഏട്ടൻ ചെയ്യുന്നത് തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അങ്ങനെ വീഡിയോയിലേക്ക് വരാത്തത്. അപ്പോൾ കുറച്ചായി ഞാനിങ്ങനെ ഈ ഒരു ടോപ്പിക്ക് മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യണം എന്ന് കരുതി നിൽക്കാൻ തുടങ്ങിയത് ഏകദേശം ഒരു മാസത്തോളമായി. പക്ഷേ എൻ്റെ സമയത്തിൻ്റെ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ കരുതി എന്തായാലും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്തേക്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എല്ലാവരും തംബ്നെയിൽ കണ്ടിട്ടുണ്ടാകും, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ഒട്ടുമിക്ക എല്ലാ സ്ത്രീകളും ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഫേസ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോഴത് എങ്ങനെയാണ് എന്നിൽ എഫക്റ്റ് ചെയ്തത്, അത് ഓവർകം ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി. നമുക്ക് കൂടുതൽ പറഞ്ഞ് ഞാൻ വഷളാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് പറയുമ്പോൾ എവിടുന്ന് തുടങ്ങണം അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നൊന്നും എനിക്ക് അറിയില്ല. കാരണം ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ അറിയുന്നത് തന്നെ. അപ്പോൾ ഞാനും ഇതുപോലെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ ഒക്കെ ഈ ഒരു നമ്മുടെ സീരീസ് പോലെയൊക്കെ വീഡിയോസ് വരുമല്ലോ, ഷോർട്ട് ഫിലിം പോലെയൊക്കെ. അപ്പോൾ അതൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നതിനെ കുറിച്ചിട്ട്. പക്ഷെ അപ്പോഴും ആ ഒരു ലേഡി ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം ആ ഒരു സമയത്ത് നമ്മൾ ഒരു വ്യൂവർ ആണ്, നമുക്ക് അവരുടെ ഫീലിങ്സ് ഒന്നും അറിയില്ല, നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടില്ല. സോ നമുക്ക് കാഴ്ചക്കാരാണ് ജസ്റ്റ് അത്. പക്ഷെ അതൊരാളുടെ ജീവിതത്തിലേക്ക് അവരുടെ ലൈഫിൽ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. ഒട്ടുമിക്ക എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. ഈ ഒരു പോസ്റ്റ് പാർട്ടത്തിലൂടെ അനുഭവിച്ച് പോയവർക്കൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. ഇത് നമ്മുടെ ലൈഫിൽ അത് നമുക്കൊരു സ്വയം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നത് വരെ നമുക്കിതൊരു വെറും പറഞ്ഞു കേട്ട അല്ലെങ്കിൽ കണ്ട ഒരു കഥകൾ മാത്രമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അത് വരുമ്പോൾ മാത്രമേ അതിൻ്റെ കാഠിന്യം ആരായാലും മനസ്സിലാക്കൂ. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഞാനും. ഡെലിവറിയുടെ മുന്നേ, അതായത് പ്രഗ്നൻ്റ് ആയ സമയത്താണെങ്കിലും അതിന് മുന്നേ ആണെങ്കിലും ഇങ്ങനെ ഷോർട്ട് ഫിലിമൊക്കെ യൂട്യൂബിൽ കാണുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടായിട്ടില്ല. അപ്പം പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇങ്ങനെ വീഡിയോസ് കാണുമ്പം ചെറിയൊരു പേടി വരാൻ തുടങ്ങി. ഇങ്ങനെ ആവുമോ, നമുക്കും ഡെലിവറി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളതിൻ്റെ ഒരു പേടി വരാൻ തുടങ്ങി. പക്ഷേ മനസ്സിൽ കരുതി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഓവർകം ചെയ്യാം, അങ്ങനെയൊക്കെ കരുതി നിന്നതുകൊണ്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അധികം അങ്ങ് ചിന്തിച്ചിട്ടില്ല. പിന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഓൾറെഡി ഡെലിവറി സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും എൻ്റെ ബോഡിയെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പല തരത്തിലുള്ള ഹെൽത്തിൻ്റെ ബുദ്ധിമുട്ടുകളും എനിക്ക് ഡെലിവറിക്ക് ശേഷം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പുതിയൊരാളെ നോക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി കൂടി വന്നു. അതായത് വലുതായ രീതിയിൽ അങ്ങനെ നോക്കണം എന്നല്ല, എന്നാലും നമ്മൾ ഫീഡ് ചെയ്യുക, രാത്രി ഉറങ്ങാതെ ഫീഡ് ചെയ്യുക, പിന്നെ കരയുമ്പോൾ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഡെലിവറി കഴിഞ്ഞു. ഓഫ് കോഴ്സ് നമ്മൾ വീട്ടിൽ നിന്ന് വാവ ഉറങ്ങി എണീക്കുന്ന സമയത്തൊക്കെ എണീറ്റ് ഫീഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയം എന്താണെന്നറിയില്ല, നമ്മുടെ ബോഡിയുടെ ഹോർമോൺസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിൻ്റെ ഓരോ കളികളൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നൊരു സമയമാണ് പ്രഗ്നൻസി, ഡെലിവറി എന്നൊക്കെ പറയുന്നത്. അതിൻ്റെയൊക്കെ കൊണ്ട് തന്നെ മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കൂടി ആവുന്ന സമയത്ത് എനിക്ക് മോളിൽ നിന്ന് ശരിക്കും എടുക്കാൻ പറ്റാത്ത അവസ്ഥ,
ബെഡിൽ നിന്ന് ശരിക്കും എണീക്കാൻ പറ്റാത്ത അവസ്ഥ. അതായത് നോർമൽ ഡെലിവറി എന്ന് പേരാണെങ്കിലും നമ്മൾ എല്ലാ തരത്തിലുള്ള വേദനകളും അനുഭവിക്കുന്ന ഒരു സമയം. പിന്നെ എന്തിനാണ് ഈ നോർമൽ ഡെലിവറി എന്ന് പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്തുകൊണ്ടായിരുന്നു ആ ഒരു ടൈമിൽ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നൊരു കാര്യം, ഒരു ഡിപ്രഷനിലേക്ക് അപ്പോഴൊന്നും എനിക്ക് അറിയില്ല ഇതൊരു ഡിപ്രഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നുള്ളൊരു സിറ്റുവേഷൻ എന്നെയും ഹിറ്റ് ചെയ്യുമെന്നുള്ളൊരു കാര്യം അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റായി, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര തീരെ അഡ്ജസ്റ്റബിൾ ആവാൻ പറ്റാതിരുന്നൊരു കാര്യമായിരുന്നു നമ്മൾ ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് ഒരു റൂമിൽ തന്നെ കിടക്കണം. അതായത് ആ റൂമിൽ നിന്ന് നമ്മൾ പുറത്ത് ഇറങ്ങാൻ പാടില്ല. ഫുഡ് നമ്മളെ റൂമിൽ കൊണ്ടുതരും. പിന്നെ നമ്മൾ കുളിക്കാൻ മാത്രമാണ്. കുളിയുടെ കാര്യം പിന്നെ പറയണ്ട. നമ്മളെ വേദുകുളീനെ കുറിച്ചിട്ട് ഈ പ്രസവരക്ഷാ കേന്ദ്രത്തിലല്ലാതെ വീട്ടിൽ വന്നിട്ട് കുളിപ്പിക്കുകയൊക്കെ ചെയ്തവർക്കറിയാം അതെത്രത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. ഈ ഒരു വേദന സഹിച്ചിട്ട് ആ ഒരു കുളിയുടെ കാര്യം അത് ഒരു സൈഡുണ്ട്. അപ്പോൾ അതിന് മാത്രമായിരിക്കണം നമ്മൾ റൂമിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് നേരെ റൂമിൽ വന്ന് നമ്മൾ അനങ്ങാതെ മലർന്ന് കിടക്കണം. ഈ ഒരു എപ്പിസോട്ടമി സ്റ്റിച്ചിൻ്റെ വേദന കൊണ്ട് നമ്മൾക്ക് കുറച്ച് അധികം ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് എനിക്ക് മലർന്ന് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേക്ക് തന്നെ വരും നമുക്ക് മലർന്ന് കിടക്കണം, ഇല്ലെങ്കിൽ നടുവേദന വരും, പുറം വേദന വരും, കാല് വേദന വരും. ഇങ്ങനെയൊക്കെ ഉള്ളത് കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു റൂമിൽ തന്നെ ആയിരിക്കും. ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് അതൊക്കെ ഒരു ഭയങ്കര ഹൊറർ ആയിട്ടാണ് തോന്നുന്നത്. അതായത് തീരെ ആക്സെപ്റ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റാത്തൊരു കാര്യമായിരുന്നു. നമ്മൾ ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. പിന്നെ നമ്മൾ എണ്ണ തേച്ചിട്ട് ഈ കുളിക്കുന്ന സമയത്ത് നമ്മൾ ഫുള്ള് മേലാകെയും തലയിലൂടെ എല്ലാം എണ്ണ തേച്ചിട്ടുണ്ടാകും. അതൊക്കെ വന്ന് നമ്മൾ കിടക്കുക എന്നൊക്കെ പറഞ്ഞ് ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് അയ്യോ എനിക്കൊന്നും തീരെ പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ അതൊക്കെ ചെയ്യേണ്ടി വന്നു. നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യേണ്ട വന്നു. നമ്മൾക്ക് തീരെ മനസ്സിന് ഇഷ്ടമല്ലെങ്കിലും എന്തൊക്കെയോ റീസൺ കൊണ്ട് നമ്മളതൊക്കെ ചെയ്യേണ്ട വന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവായിട്ട് ഉദ്ദേശിച്ചാണ് ഞാനത് ചെയ്യേണ്ട വന്നു. പിന്നെ നമ്മൾ ഫുഡ് നമ്മൾ റൂമിൽ കൊണ്ടുതരും. നമുക്കൊരു ഫ്രീഡം ഇല്ല. ഫോൺ നോക്കാൻ പാടില്ല, TV കാണാൻ പാടില്ല, റൂമിൽ നിന്ന് സെൻട്രൽ ഹാളിലേക്ക് പോലും ഇറങ്ങാൻ പാടില്ല. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ അത്ര വരെ. അതായത് ഒരു ഡെലിവറി കഴിയുന്നത് വരെ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ എന്നുള്ളത് ഇങ്ങനെ ഒരാളായിരുന്നില്ല. ഞാൻ അത്യാവശ്യത്തിനൊക്കെ പുറത്ത് പോകും. എന്താ പറയുക, എനിക്ക് പുറത്ത് പോകുന്നത്, ട്രാവലിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും 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 ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ട്രാവൽ ചെയ്യുക എന്നുള്ളത്. അതിപ്പം നമ്മൾ വലിയ ഇൻ്റർനാഷണൽ ട്രാവലും കാര്യം എന്നല്ല പറയുന്നത്. നമ്മൾ വെറുതെ ഒന്നിപ്പം കണ്ണൂരേക്ക് പോവുക. അപ്പോൾ ഏട്ടൻ നാട്ടിലുള്ള സമയത്താണെങ്കിൽ ഏട്ടൻ നമുക്കൊന്ന് കണ്ണൂർ പോകാമെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ പോകുന്നത്, ഇല്ലെങ്കിൽ ഒന്ന് വെറുതെ ബീച്ചിൽ പോകുന്നത്. അങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് ട്രാവൽ ചെയ്യുന്നത് ഞാൻ ഭയങ്കര ആസ്വദിക്കുന്ന ഒരാളാണ്, ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെയുള്ളവരെന്നെ എൻ്റെ അടുത്ത് റൂമിൽ നിന്ന് പുറത്ത് പോലും ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ ഒതുക്കി അവിടെ വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഫുഡ് അടക്കം കൊണ്ടുതരും റൂമിൻ്റെ ഉള്ളിൽ. ഫുഡിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എനിക്കാണെങ്കിൽ അധികം അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അതായത് എനിക്കെപ്പോഴും ആരെങ്കിലും, അതായത് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും എൻ്റെ അരുത്ത് വേണം. എനിക്ക് അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കണം. അതൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതായത് എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ തൊട്ടടുത്തിരുന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അതായത് അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പിന്നെ റൂമിൽ ഞാനും മോളും മാത്രം. അമ്മയാണെങ്കിലും നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കൽ അങ്ങനെ ഓരോ തിരക്കിലായിരിക്കും അങ്ങനെ. പക്ഷെ ഞാൻ ആ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കണം. അതൊന്നും എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കലൊന്നും തീരെ പൊരുത്തപ്പെടാൻ പറ്റാത്ത കാര്യം. പ്രത്യേകിച്ച് നമുക്കൊരു വിഷമം അല്ലെങ്കിൽ ഒരു വേദനയെല്ലാം അനുഭവിച്ചു പോകുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്ത് ജസ്റ്റ് ഒന്ന് വർത്താനം പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ആവും എൻ്റെ വേദന പകുതിയോളം പോയി എന്നുള്ളത്. അങ്ങനെയൊന്നും അല്ലെങ്കിൽ നമ്മളെ മൈൻഡിൽ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് വരും അല്ലേ. പക്ഷേ ഞാനിത് റൂമിൽ നിന്ന് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ഫോൺ നോക്കാൻ പാടില്ല. ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ആർക്കോ കഴിക്കുന്ന പോലെ കഴിക്കും. അതോ രണ്ടാൾക്കുള്ള ഫുഡിൻ്റെ അത്ര കൊണ്ടുതരും, ഇത് ഫുള്ള് കഴിച്ച് തീർക്കണം, അത് കഴിച്ചിട്ടില്ലെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ടോർച്ചറിങ് പോലെയായി. ഒരു സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് നല്ലതായിട്ട് വേണ്ടത് കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ അത് ഫീൽ ചെയ്യുന്ന അത് ഭയങ്കര ഒരു ടോർച്ചറിങ് പോലെ ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ അമ്മയാണെങ്കിലും ഇതിൻ്റെ തിരക്ക്, ബാക്കി അടുക്കളയിലെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഫുഡ് കൊണ്ടു തന്നിട്ട് ഫോണൊന്നും നോക്കാൻ പാടില്ല, നീ TV കാണാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പോൾ ഞാനിങ്ങനെ മോള് കിടക്കുന്നുണ്ടാവും, ഒന്നുകിൽ കരച്ചിലായിരിക്കും, അപ്പം അമ്മ ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫുഡ് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ മടുപ്പായിരിക്കും, വേണ്ട ഭക്ഷണം പക്ഷെ കഴിക്കണം, ഫുള്ള് കഴിച്ച് ചെയ്യണം.
അപ്പോൾ അതെല്ലാം എനിക്ക് ഭയങ്കര ആ ഒരു ചെറിയ കാര്യങ്ങളെല്ലാം, ആ ചെറിയ കാര്യമല്ല, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രത്തോളം എഫക്റ്റ് ചെയ്യും, ഞാൻ ഇത്രത്തോളം ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നുള്ള കാര്യം ഞാൻ ആ സമയത്ത് മനസ്സിലാക്കുന്നുണ്ടായിട്ടില്ല. പിന്നെ ഏട്ടനാണെങ്കിൽ ഏട്ടൻ വൈകുന്നേരമാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. മോളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേര സമയത്താണ് വരിക. കാരണം ഏട്ടൻ ഓഫീസ് ജോലിയുടെ ഓരോ ഫയൽസ് കാര്യങ്ങളൊക്കെ, കാരണം ജോയിനിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. ഡെലിവറി കഴിഞ്ഞപ്പാട് ജോയിൻ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ വർക്ക് കാര്യങ്ങൾ, അങ്ങനെ വീട്ടിലെന്തെങ്കിലും ആവശ്യം അങ്ങനെയെല്ലാം ആയിട്ട്, പിന്നെ പൊതുവേ പറയുന്ന നിൽക്കാം, പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസവിച്ച പെണ്ണിൻ്റെ അടുക്ക ഭർത്താവ് നിൽക്കാൻ പാടില്ല എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു വരുന്നുണ്ട്, കുറേ ആൾക്കാർ അതിൽ നിന്ന് മാറുന്നുണ്ട്. പക്ഷേ ഏട്ടൻ വരുന്നത് വൈകുന്നേരമാണ്. വൈകുന്നേരം ഒരു സമയത്ത് വരും. വൈകുന്നേരം വന്നിട്ട് നൈറ്റ് എന്നല്ല, ഒരു 9:30 അങ്ങനെയൊക്കെ ആകുമ്പോഴേക്ക് തിരിച്ചു പോകും. ഒരു 7 മണിക്കൊക്കെ വന്നിട്ട്. അപ്പം ബാക്കിയുള്ള സമയമൊക്കെ ഞാൻ ചില സമയത്ത് രാവിലെ വരും. രാവിലെ വന്നിട്ട് ഉച്ചക്ക് മുന്നേ ആകുമ്പോഴേക്ക് പോകും. അപ്പോൾ ബാക്കി സമയമൊക്കെ ഞാനും മോളും ഇതുപോലെ ഈ റൂമിൽ തനിച്ച്, നമുക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തീരെ പുറത്തിറങ്ങാൻ, റേകത്ത് പോലും ഇറങ്ങാൻ വിട്ടിട്ടുണ്ടായിട്ടില്ല. സെൻട്രൽ ഹാളിൽ തന്നെ ഞാൻ ആരും കാണാണ്ട് വന്ന് നിൽക്കുകയ്യ, ഒന്ന് പുറം കാണണം അങ്ങനെയൊക്കെയുള്ള, എത്രയോ ദിവസം കഴിഞ്ഞിട്ടേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്നൊക്കെയുള്ളത്. പിന്നെ ഞാൻ ആ ഒരു ദിവസത്തിൻ്റെ കണക്കൊക്കെ കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങുന്ന സമയത്ത് അയ്യോ എനിക്ക് ഭയങ്കര ഏതോ ഒരു ലോകത്തെത്തിയതുപോലെയായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് പുറത്ത് അങ്ങനെ ടൗണിൽ പോവുക അങ്ങനെയൊന്നും പറ്റൂല. വീടിനുള്ളിൽ തന്നെ ജസ്റ്റ് റേകത്ത് വന്നിരിക്കുക. ഇപ്പോഴും ഈ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഇവിടെയൊക്കെ ഇപ്പോഴും ആ ഒരു റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ആൾക്കാർ അനുസരിക്കുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ അനുസരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, ഞാനങ്ങനെ പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് പുറത്ത് പോകുന്നത് ഇഷ്ടമാണ്. അപ്പം ഏട്ടൻ ഞാൻ നോക്കുന്ന സമയത്ത് മോള് ജനിച്ചു, അത് നമ്മുടെ രണ്ടാളെയും കുട്ടിയാണ് അല്ലേ. ഏട്ടൻ അച്ഛനാണ്, ഞാൻ അമ്മയാണ്. പക്ഷേ എനിക്ക് മാത്രമാണ് എല്ലാ റെസ്ട്രിക്ഷൻസും വരുന്നത്. ഏട്ടൻ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഏട്ടൻ പോകുന്നുണ്ട്. ഇപ്പം പുറത്ത് അവർ എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ കാണാൻ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ തടക്കപ്പെട്ടവളായിട്ട് ഞാനാണ് നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പം എനിക്കൊരു ഇത് വരാൻ തുടങ്ങി. കാരണം എൻ്റെ ചുറ്റുമുള്ളവരെല്ലാത്തിനും പോയി എല്ലാം ആസ്വദിക്കുന്നുണ്ട്, എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ മാത്രം എന്താ ഇങ്ങനെ, എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ, അങ്ങനെ ഒരു ചിന്ത. അതിപ്പം അത് ഫേസ് ചെയ്തവർക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷെ എനിക്ക് മോളെടുത്ത് ദേഷ്യം, അത് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. കുട്ടി കരയുന്ന സമയത്ത് ഇറിറ്റേഷൻ ആവുക, കുട്ടിയുടെ ദേഷ്യം വരിക. എനിക്ക് ആ സംഭവം ഉണ്ടായിട്ടില്ല. മോളെടുത്ത് അങ്ങനെ ദേഷ്യമോ മോളെ എടുക്കാൻ മടിയോ ആ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അതെന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെ മോളോടൊരു കരയുമ്പോൾ ഒരു ദേഷ്യം കാണിക്കില്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. ബാക്കി കാര്യങ്ങളായിരുന്നു എനിക്ക് ഒരു ഇറിറ്റേഷൻ ആയിട്ടുണ്ടായത്. അതായത് ഏറ്റവും കൂടുതൽ ഞാൻ അടിയായിട്ടുള്ളത് അമ്മേൻ്റെ അടുത്താണ്. അമ്മേൻ്റെ അടുത്ത് നല്ല രീതിയിൽ ഞാൻ ദേഷ്യം പിടിച്ച് സംസാരിക്കും. എനിക്കറിയില്ല, ഇതുവരെ അങ്ങനെ ഒന്നും പെരുമാറാത്ത ഞാൻ ഡെലിവറിക്ക് ശേഷം നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അമ്മേൻ്റെ അടുത്ത് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർ ഞാൻ വീഡിയോസ് കാണുമ്പോൾ കമൻറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാവരും അധികം കൂടുതൽ അമ്മേൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അമ്മേൻ്റെ അടുത്തായിരിക്കും നമ്മൾ കൂടുതൽ നമ്മുടെ ദേഷ്യമൊക്കെ കാണിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഏട്ടൻ്റെ അടുത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഡിപ്രഷൻ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡിപ്രഷനാണ്. ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് റൂമിലിരുന്നിട്ട് എത്രയോ ദിവസങ്ങളിൽ എത്രയോ സമയം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് മോളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് മോൾ ഉറങ്ങുകയില്ല. അപ്പോൾ പാല് കൊടുത്തിട്ട് മോൾ ഉറങ്ങുന്നില്ല, എനക്കൊന്നും കിടക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നല്ല ക്ഷീണമായിട്ട് കിടക്കണം തോന്നുന്ന സമയത്ത് മോൾ ഉറങ്ങുന്നുണ്ടാവില്ല, അപ്പം എനക്കും കിടക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ ഇവിടെ എടുത്തിരിക്കും, രാത്രി ഇവിടെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എന്തെന്നില്ലാതെ ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അയ്യോ എന്താ എനിക്കിപ്പോൾ പറ്റുന്നത്, എന്താ സംഭവിക്കുന്നത് ഒന്നും അറിയാണ്ട്. അതൊക്കെ ആക്ച്വലി ഞാനൊരു ഡിപ്രഷനിലൂടെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. നമ്മൾ മെലിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ മോൾക്ക് പാല് കിട്ടുന്നില്ല കുടിക്കാൻ വേണ്ടിയിട്ട്, നിനക്ക് തീരെ പാലില്ല, നിനക്ക് പാലേ ഇല്ല, അങ്ങനെയുള്ള കുറേ അതായത് നല്ല രീതിയിൽ സ്നേഹത്തിൽ നിനക്ക് പാലില്ല എന്ന് പറയുന്നതും നമ്മളെ വന്നിട്ട് നിനക്ക് പാലില്ലേ കൊടുക്കാൻ വേണ്ടിയിട്ട്, കുട്ടി എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിലായിട്ടും ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു അമ്മ എന്നുള്ള രീതിയിൽ ഇത്രയും ഒരു ബുദ്ധിമുട്ടുകൾ, നമ്മളെ ഹോർമോണിൻ്റെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അതിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് ഇങ്ങനെ കൂടി കേൾക്കുന്ന സമയം, അയ്യോ നമ്മുടെ കുട്ടീനെ നമുക്ക് വളർത്താൻ പറ്റുന്നില്ലേ, നമുക്ക് അതിനുള്ള മോക്ക് കൊടുക്കേണ്ട ഭക്ഷണമില്ലേ, മോക്ക് വിശപ്പ് മാറുന്നില്ലേ, ഇത് തന്നെ ഒരു ടെൻഷനായിട്ട് ഞാൻ ഒരുമാതിരി
ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയാണ്. അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു വീഡിയോ, അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് തളർത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ചിന്തിക്കാറുണ്ട്, ഈ റൂമിലിരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന സംഭവം എന്തിനാണ് ഉണ്ടാക്കിയത്? നമുക്ക് എല്ലാവരുടെ കൂട്ടത്തിലും പുറത്തിരുന്ന്, അതായത് ഹോളിലും കാര്യത്തിൽ ഇരുന്നിട്ട് TV നോക്കിക്കൊണ്ട് ഫോൺ നോക്കിക്കൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാമല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാമല്ലോ. അത് പറ്റൂല. അതായത് പ്രസവിച്ച പെണ്ണ് കഴിക്കുന്ന സ്ഥലത്ത് വേറൊരാൾ ഉണ്ടാവാൻ പാടില്ല. ഏട്ടൻ വന്നിരുന്നാൽ തന്നെ അങ്ങനെ ഇരിക്കാൻ പാടില്ല. പ്രസവിച്ച പെണ്ണിൻ്റെ കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല. ഭർത്താവ് തൊട്ടടുത്ത് ഇരിക്കാൻ പാടില്ല ഇത്ര ദിവസം കഴിയുന്നത് വരെ. ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചട്ടങ്ങളായിരുന്നു ഉണ്ടായത്. അപ്പോൾ അതെല്ലാം എനിക്ക് ഭയങ്കരം, ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങളായിരുന്നു അത്. ചിലപ്പം പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാകുന്നത്. പക്ഷെ പണ്ടുള്ള സ്ത്രീകളെ പോലെ അല്ല ഇപ്പോഴത്തെ ആൾക്കാർ. അവർ പുറത്തൊക്കെ പോയി ജോലിക്കൊക്കെ പോകുന്നവരാണ്. പുറത്ത് ആവശ്യത്തിനനുസരണം പുറത്തൊക്കെ പോയി അവരുടെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ പെട്ടെന്ന് ഡെലിവറിക്ക് ശേഷം സഡൻ ഒരു സ്റ്റോപ്പ് ഇട്ട പോലെ, അതായത് പറ്റില്ല ഇതൊന്നും പറ്റില്ല എന്നിട്ട് സഡൻലി പറയുന്ന സമയത്ത് അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് തന്നെയാണ് എനിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെ അനുഭവിച്ച ശേഷം എനിക്ക് അടുത്തൊരു ഡെലിവറി അല്ലെങ്കിൽ അടുത്തൊരു പ്രഗ്നൻസി എന്നെല്ലാം പറയുന്നത് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, പേടി സ്വപ്നമായിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും ലേബർ റൂമിൽ ഞാൻ അനുഭവിച്ചതിനേക്കാളും കൂടുതൽ ആ ഒരു ഒറ്റ ദിവസം കുറച്ച് സമയങ്ങൾ കൊണ്ട് ഞാൻ അനുഭവിച്ചതിനേക്കാളും കൂടുതൽ വിഷമങ്ങൾ, കൂടുതൽ സങ്കടങ്ങൾ ഞാൻ ഈ ഒരു സമയത്ത് അനുഭവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് എനിക്ക് മോളെടുത്ത് ദേഷ്യം കാര്യങ്ങളൊന്നും വരാതിരുന്നത്. അതിപ്പം ഞാൻ ആലോചിച്ച് അതൊരു വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ സങ്കടങ്ങൾ ഞാൻ കരഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കുക, ഇതായിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടികൾ. പിന്നെ അത് ഓവർകം ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫോൺ കുറച്ച് തരാൻ തുടങ്ങി. ഫോൺ കാണാം, TV കാണാം. അപ്പം ഞാൻ മോൾ ഉറങ്ങുന്ന സമയത്ത് ഇല്ലെങ്കിൽ മോൾ ഉറക്കിയിട്ട് എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഉറക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് ഫോണൊക്കെ യൂസ് ചെയ്യും. എനിക്ക് എന്താണോ ഇഷ്ടം, ആ സമയത്തൊന്നും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പം എനിക്ക് എന്തൊക്കെയാണോ ഇഷ്ടം ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ആവാൻ തുടങ്ങി. പിന്നെ മൂക്കുള്ള ഷോപ്പിങ്ങിന് കാര്യങ്ങൾ, അതായത് നമുക്ക് പുറത്ത് പോയിട്ടൊന്നും ഷോപ്പ് ചെയ്യാൻ പറ്റൂല. അപ്പം മൂക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ വെറുതെ സെർച്ച് ചെയ്യും, ഓരോ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ അങ്ങനെ എനിക്ക് എന്താണോ ഇഷ്ടം തോന്നുന്നത് അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് ഇൻവോൾവ് ആവാൻ തുടങ്ങി. പിന്നെ ഏട്ടൻ നൈറ്റ് വന്നു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ എന്ത് ചെയ്യും, എന്നെയും മോളെയും കൂട്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് വെറുതെ പോകും. അങ്ങനെ നമ്മൾ വേറെ എവിടെയും ദൂരെ എവിടെയും പോകുന്നതല്ല, ജസ്റ്റ് കാറിലൊന്ന് നമ്മളെ വീടിൻ്റെ ചുറ്റും ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വീട്ടിലേക്ക് വരും. ദൂരെ അങ്ങനെ എവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് വീടിൻ്റെ അതിലൂടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് വരും. അപ്പോൾ ആ ഒരു പുറത്തെ കാറ്റും വെളിച്ചൊക്കെ തട്ടുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് ഇരുന്നതായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് 41 ദിവസം എത്തുന്ന സമയത്തൊന്ന് ഹോസ്പിറ്റലിൽ നമ്മളെ സ്റ്റിച്ചും കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് പോകണം. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇത്രയും നമ്മൾ കാത്തിക്കുമെന്നെല്ലാം ചിന്തിക്കൂലേ. പ്രഗ്നൻ്റ് ആയ ടൈം ഓഫ്കോഴ്സ് നമ്മൾ നോക്കി നിൽക്കും. ഞാൻ ഓരോ ഹോസ്പിറ്റൽ വിസിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഹോസ്പിറ്റൽ എപ്പോഴാണ് പോകേണ്ടത് ഇങ്ങനെ കാത്ത് നിൽക്കലാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ പോകാൻ കാത്തുന്നൊരു ദിവസമാണ് എനിക്ക് ഡെലിവറി കഴിഞ്ഞ് 41 ദിവസം എത്തുന്നത്. അപ്പോഴെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏട്ടന് മൂക്കുമായിട്ട് പുറത്ത് പോവാം, എനിക്കൊന്ന് പുറം കാണാം, പുറത്തൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്, കാറ്റും വെളിച്ചൊക്കെ ഒന്ന് കാണാം എന്നുള്ള രീതിയിൽ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഞാൻ 41ാമത്തെ ദിവസം ഒന്ന് പുറത്ത് പോയത്. അതൊക്കെ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു പേടി സ്വപ്നമായിട്ടാണ്. ഞാനിങ്ങനെ എന്നിട്ട് ഈ 41ാമത്തെ ദിവസം ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണം. നമ്മൾ ഗൈനക്കോളജിസ്റ്റിന് അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഡോക്ടറൊന്നും ഇല്ല. അയ്യോ ഞാൻ ഡോക്ടറൊന്നും ഇല്ല എന്ന് പറയുന്ന അടിച്ച് ഫുള്ള് കരച്ചിലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാമല്ലോ, ഒന്ന് പുറത്ത് പോകാമല്ലോ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നിട്ട് പെട്ടെന്നൊന്നും ഡോക്ടറില്ല, പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഡെസ്പായി ഞാൻ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് അതായത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ നമ്മൾ അത് ആരുടെങ്കിലും നമുക്കിങ്ങനെ പറ്റുന്നില്ല, എനിക്കൊന്ന് പുറത്ത് പോകണം അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവർ പറയും നീ മാത്രമല്ലല്ലോ, ഇതിന് മുന്നേ പ്രസവിച്ചവരുണ്ടായിട്ടില്ല, ഇപ്പം നിൻ്റെയും കുട്ടീൻ്റെയും കാര്യം മാത്രം നീ ചിന്തിച്ചാൽ മതി. ഇത് നീ ആദ്യമായിട്ടല്ല ഈ ലോകത്ത് പ്രസവിക്കുന്നത്, മറ്റുള്ളവരും പ്രസവിക്കുന്നുണ്ട്, അവരിങ്ങനെയെല്ലാം പോയിട്ടാണ്, ഇതുപോലെ തന്നെ നിന്നിട്ടാണ്. അപ്പം ഡോണ്ട് കമ്പയർ. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല.
ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഇപ്പോൾ മുതിർന്നവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതേ പറയാനുള്ളൂ, ഒരു പ്രഗ്നൻ്റ് ആയ ലേഡി അല്ലെങ്കിൽ ഒരു ഡെലിവറി കഴിഞ്ഞ ലേഡീനെയും മറ്റൊരാളെയും വെച്ചിട്ട് ദയവ് ചെയ്തിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. എല്ലാവരും ഡിഫറെൻ്റ് ആണ് അല്ലേ, അവരവർക്ക് അവരവരുടേതായ മാനസിക കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾ ചെയ്തതുപോലെ തന്നെ മറ്റൊരാൾ ചെയ്യണം എന്നുള്ളത് ഒരു നടക്കാത്ത കാര്യമാണ്. അത് നമ്മൾ ഒരാളെ മേലെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല, ഇവർ ചെയ്ത പോലെ തന്നെ നീയും ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ട്. ഡെലിവറി കഴിഞ്ഞവരാ നമ്മളൊന്ന് കുറച്ചും കൂടി ഒരു കെയർ കൊടുക്കുക. നമ്മൾ പ്രഗ്നൻസിയിൽ എത്രത്തോളം പ്രഗ്നൻ്റ് ആയ സമയത്ത് നല്ല കെയറിങ് ഒക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, പക്ഷേ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടീനെ മാത്രമായിരിക്കും നോക്കുന്നത്. അപ്പം അങ്ങനെയല്ലാതെ പ്രഗ്നൻസിയിൽ നമ്മൾ ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു സ്ത്രീക്ക് എത്രത്തോളം കെയർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കുറച്ചും കൂടി കൂടുതൽ കെയർ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അവർക്ക് കൊടുക്കണം. കുറേ ആൾക്കാർക്കും അറ്റൻഷൻ കിട്ടാതിരിക്കുമ്പം, അതായത് പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മളെ നല്ല രീതിയിൽ നോക്കിയില്ലല്ലോ, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മളെ ആർക്കും വേണ്ട, അപ്പം അറ്റൻഷൻ കിട്ടാതിരിക്കുന്ന സമയത്തും ഒരു ഡിപ്രഷനിലോട്ടേക്ക് പോകുന്ന അവസ്ഥകൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ടായിട്ടില്ല, പക്ഷെ അങ്ങനെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് കുറേ ആൾക്കാരുടെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇത്, അതായത് പ്രഗ്നൻ്റ് ആയ സമയത്ത് നല്ല രീതിയിൽ നോക്കും, പക്ഷെ ഡെലിവറിക്ക് ശേഷം നോക്കുന്നില്ല. അപ്പോൾ ആ ഒരു അറ്റൻഷൻ കിട്ടാത്ത സമയത്തും ഈ ഒരു ഡിപ്രഷൻ ഉടലെടുക്കാൻ അവിടെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കേൾക്കാൻ ശ്രമിക്കുക, അവരെ മനസ്സിലാക്കുക, അവരെന്ത് ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്, അവരെന്ത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യുക. നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി വലിയ പൈസയും കാര്യമൊന്നും കൊടുക്കണ്ടല്ലോ, അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി കേട്ടിട്ട് അവരൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ നിങ്ങൾ പ്രഗ്നൻ്റ് ആയവരെ പാർട്ട്നേഴ്സ് അവരുടെ കൂടെ തന്നെ നിൽക്കുക. കാരണം അമ്മയാവുക എന്നുള്ളത് അവരൊറ്റക്കല്ല ഒരു കുട്ടിയുടെ അമ്മയാവുന്നത്, നിങ്ങൾ അവരുടെ അച്ഛനും കൂടിയാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് രണ്ടാൾക്കും ഉള്ളതാണ്, അല്ലാതെ അമ്മക്ക് മാത്രം ഒറ്റക്കുള്ളൊരു റെസ്പോൺസിബിലിറ്റി അല്ല ഈ ഒരു കുട്ടീനെ നോക്കുന്നത് എന്നുള്ളത്. അപ്പം റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുക, അവരുടെ ഇമോഷൻസ് കേൾക്കുക. അവർക്കൊന്ന് പുറത്ത് പോകണമെങ്കിൽ ജസ്റ്റ് അവരെ കൂട്ടി ഒന്ന് റൗണ്ടിന് ജസ്റ്റ് ഒന്ന് പോകുക, കുട്ടീനെ കൂട്ടിയിട്ട് പോകണമെങ്കിൽ അങ്ങനെ പോവുക. ഇല്ല നിങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമായിട്ടൊരു പേഴ്സണൽ സ്പേസ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുക. അപ്പം അവരൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പം ഒട്ടുമിക്ക എല്ലാവരും അനുഭവിക്കുന്നൊരു കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് നമ്മൾക്ക് നമ്മുടെ ഇമോഷൻസ് ഒക്കെ പറയാൻ പറ്റിയിരുന്നെങ്കിൽ, അതായത് നമ്മളെ കേൾക്കാൻ, നമ്മളെ അതേ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന ഒരാൾ നമ്മളെ കേൾക്കാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അതായത് അവർ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്തു തരേണ്ടി വരില്ല, പക്ഷെ നമ്മുടെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് ഓക്കെ നമുക്കൊരു സപ്പോർട്ട് എന്നുള്ളൊരു തോന്നൽ, ഒരു സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള തോന്നൽ. അപ്പോൾ ഞാനത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ട് അനുശ്രീൻ്റെ അടുത്താണ്. എനിക്ക് ഓരോ വിഷമം പറയുമ്പോഴും അനുഭവിക്കുമ്പോഴും ഞാൻ ഓളെടുത്ത് വിളിച്ച് പറയും. പക്ഷെ എനിക്കറിയാം മോൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം മോളെ ഈവൻ ഡെലിവറി പോലും കഴിഞ്ഞിട്ടില്ല, പ്രഗ്നൻ്റ് ആയിട്ട് പോലും ഇല്ല. അപ്പം അവൾക്ക് തന്നെ പ്രത്യേകിച്ചിട്ട് ഒന്നും ഈ കാര്യത്തിൽ സജഷൻ തരാനോ അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും പറ്റില്ല. പക്ഷെ എനിക്കത് പറയുന്ന സമയത്ത് കോട്ടേഴ്സ് ആരുമില്ല. അതായത് അവളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ആശ്വാസ വാക്കുകൾ ഭയങ്കര എനിക്ക് ആ സമയത്ത് ഒരു ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ അതുപോലെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇപ്പം റീസെൻ്റ്ലി ഡെലിവറി കഴിഞ്ഞിട്ട് ഈ ഒരു ഡിപ്രഷൻ അവസ്ഥയിലൂടെ പോകുന്നു, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് ആരുടെങ്കിലും ഒന്ന് പറയണം, ജസ്റ്റ് ഒന്ന് കേൾക്കണം, നിങ്ങളൊന്ന് ലിസണർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇൻസ്റ്റഗ്രാം ID ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ അതിൽ മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് സംസാരിച്ചിരിക്കാൻ ഒരാൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഇനി കൂടുതൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്, ഇല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.